പ്രൈസ് ദി ലോർഡ്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 1:30 അടിസ്ഥാനമാക്കി നമ്മുടെ നീതീകരണവും വിശുദ്ധീകരണവും ക്രിസ്തുവാണെന്നാണ് നാം ഇതുവരെ പഠിച്ചത്. ഈ വാക്യത്തിന്റെ 2ാം ഭാഗത്ത് അവൻ നമുക്ക് വേണ്ടി ദൈവത്തിങ്കിൽ നിന്ന് എല്ലാമായി തീർന്നു, ജ്ഞാനമായി തീർന്നു, നീതിയായി തീർന്നു, വീണ്ടെടുപ്പായി തീർന്നു, ശുദ്ധീകരണമായി തീർന്നു. അവിടെ നമ്മുടെ പ്രവൃത്തികളല്ല, കർത്താവ് തന്നെയാണ് നമ്മുടെ ശുദ്ധീകരണം. വലിയ അത്ഭുതകരമായ ഒരു വാക്യമാണ് 30ാമത്തെ വാക്യം. എന്നാൽ ഇതിന്റെ അർത്ഥം നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ്, ഒരിക്കലുമല്ല. ഗലാത്യ ലേഖനം 2:20 നമ്മൾ ഇതുവരെ ചിന്തിച്ചതിന്റെ അടുത്ത ഭാഗത്ത് ഇത് വളരെ വ്യക്തമാക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. പൗലോസ് ഇവിടെ നിർത്തുന്നില്ല, തുടർന്ന് ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. നാം നേരത്തെ വായിച്ചപ്പോൾ 2:20 ആദ്യ ഭാഗത്ത് ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പോൾ വീണ്ടും അപ്പോസ്തലൻ പറയുന്നു ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു എന്ന്. കണ്ടോ, അതിന് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അസ്തിത്വം ഇല്ലാതാകുന്നു. തുടർന്നും ഈ ലോകത്തിൽ ഞാൻ തന്നെ ജീവിച്ചേ മതിയാവും. അത് നൽകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാനാവില്ല. ഞാൻ മറ്റെവിടെ നിന്നോ നിയന്ത്രിക്കപ്പെടുന്ന ഒരു യന്ത്ര മനുഷ്യനല്ല. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവർ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുക തന്നെയാണ്. ഒരേ വാക്യത്തിൽ തന്നെ ആദ്യം പറയുന്നു ഞാൻ ഇനി ജീവിക്കുന്നില്ല, തുടർന്ന് പറയുന്നു ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നു. നമുക്ക് വിരോധാഭാസമാണെന്ന് തോന്നും, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ സംഗതികളെന്ന് തോന്നാവുന്ന ഈ പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? ഇതിനെ ലളിതമായി ഇങ്ങനെ പറയാം: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനില്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാൻ എന്നിൽ ജീവിക്കാൻ ക്രിസ്തുവിനെ അനുവദിക്കേണ്ടതായിട്ടു ഈ ഉത്തരവാദിത്വം എന്റേതാണ്, എന്റേത് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രമാണം പോലെ ഇത് സ്വാഭാവികമായി നടന്നുകൊള്ളുമെന്ന് നാം മുകളിൽ പറഞ്ഞെങ്കിലും ഈ പ്രമാണം പ്രവർത്തിക്കുന്നതിനെ തടയുവാൻ നമുക്കാകും. അതാണ് വാസ്തവം. ഉദാഹരണമായി നേരത്തെ നാം ചിന്തിച്ച ഗുരുത്വാകർഷണ നിയമം തന്നെ എടുക്കുക. മുകളിലുള്ള ഏത് വസ്തുവും വീണാൽ താഴേക്ക് തന്നെ പതിക്കും. എന്നാൽ ആ വസ്തു വീഴാൻ തുടങ്ങുമ്പോൾ ഞാൻ തന്നെ ഒരു കൈ കൊണ്ട് അതിനെ ബലമായി വീഴുന്നതിന് മുമ്പേ ഞാൻ പിടിച്ചാലോ അത് പിന്നെ ഒരിക്കലും താഴേക്ക് വീഴുകയില്ല. ഗുരുത്വാകർഷണ നിയമം അവിടെ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരു കൈ അതിനെ തടഞ്ഞു. ഇതുപോലെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പ്രവർത്തിക്കുന്നത് തടയാൻ എനിക്ക് നിങ്ങൾക്കുമാകും. മറിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം സ്വാഭാവികമായി പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ക്രിസ്തു നമ്മൾ ജീവിക്കാൻ നാം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായോഗിക അർത്ഥം അതെങ്ങനെയാണ്? ഈ വാക്യത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എന്നിൽ ജീവിക്കുന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ അതിനെ ആശ്രയബോധം എന്ന് പറയാം. അതിലൂടെയാണ് സമ്പൂർണമായി ക്രിസ്തുവുള്ള ആശ്രയത്തെയാണ് ഇവിടെ കാണുന്നത്. വിശ്വാസം എന്നാൽ ഫലത്തിൽ വിശ്വസിക്കുന്ന ആളിനെയാണ് ആശ്രയിക്കുന്നത്. ആ ആളിന് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന് മുമ്പിൽ നാം കീഴടങ്ങുന്നു. നാം നമ്മിലുള്ള ക്രിസ്തുവിന് കീഴടങ്ങണം. അങ്ങനെ ക്രിസ്തുവിനെ നമ്മിൽ ജീവിക്കുവാൻ അനുവദിക്കണം. നാം ഇങ്ങനെ കീഴടങ്ങുന്നതിന് ഒരു മാതൃക ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതും മറ്റാരുമല്ല, ദൈവപുത്രൻ തന്നെയാണ്. ദൈവപുത്രനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ എന്നാണ്. ദൈവപുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നാം ഇതാണ് മാതൃകയാക്കേണ്ടത്. ദൈവപുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അതിന് ഉത്തരം പിതാവിന്റെ ഇഷ്ടം തന്നിൽ നിറവേറാനാണ്. പിതാവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ച് പ്രിയപുത്രനെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രൂശിൽ തകർത്ത് കളയുവാൻ നമുക്കായി വേർതിരിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുവാൻ പുത്രനും അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പുത്രൻ സ്വന്തം ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ഒരിക്കലും യാഥാർത്ഥ്യമാകുകയില്ലായിരുന്നു. ദൈവികത മാത്രമേ ഈ ലോകത്തിൽ നടക്കുകയുള്ളൂ. അത് സ്വാഭാവികമായി ഒരു നിയമം പോലെ നിറവേറുകയും ചെയ്യും. എന്നാൽ പുത്രൻ സ്വന്തം ഇഷ്ടത്തിൽ മുറുകെ പിടിച്ച് നിന്നിരുന്നുവെങ്കിൽ അത് എന്നേക്കുമായി തടസ്സപ്പെടുമായിരുന്നു. അതുകൊണ്ട് പുത്രൻ സ്വന്തം ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തിന് അടിയറ വെച്ച് പിതാവിന് കീഴടങ്ങി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗെത്സമനെ തോട്ടത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: എന്റെ ഇഷ്ടമല്ല എന്ന് താൻ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് തന്നെ തത്വത്തിൽ സമ്മതിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുവന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അവന്റെ സ്വന്തം ഇഷ്ടമാണ്. തുടർന്ന് യേശു നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിന്റെ ഇഷ്ടം തന്റെ ജീവനാകുവാൻ അനുവദിക്കുകയാണ് ചെയ്തത്. യേശു പിതാവിന്റെ ഇഷ്ടം തന്നിൽ നിറവേറുവാൻ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുത്തു.
അതാണ് വാസ്തവം. അത് തന്നെയാണ് നമ്മുടെ മാതൃകയും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ഇഷ്ടത്തെ ദൈവപുത്രന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരിക്കലും നാം അല്ല. അപ്പോൾ തന്നെ ക്രിസ്തു നമ്മൾ ജീവിക്കുവാൻ അനുവദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. യോഹന്നാൻ 3:30 നാം കാണുന്ന പോലെ, ഞാനോ കുറയണം, അവൻ വളരണം. യഥാർത്ഥത്തിൽ ഞാൻ കുറഞ്ഞാലാണല്ലോ അവൻ എന്നിൽ വളരുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മുടെ നീതീകരണവും വിശുദ്ധീകരണവും ദൈവം എത്ര ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. നമ്മെ ക്രിസ്തുവിൽ ആക്കി വെച്ചപ്പോൾ ഭൂതകാലത്തിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഫലം, നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. തുടർന്ന് ക്രിസ്തു നമ്മിലായപ്പോൾ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ അവിടുത്തെ ശക്തിയാൽ നമുക്ക് സ്വാഭാവികമായി മുന്നേറാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ നാം അനുവദിക്കുകയും ക്രിസ്തു നമ്മിൽ വളരുവാൻ നാം നമ്മുടെ ഇഷ്ടത്തെ അവിടുത്തെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. ഈ സത്യങ്ങൾ നാം കാണേണ്ടതുപോലെ കണ്ടാൽ, അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടായി, നമുക്ക് അറിവുണ്ട്, ഒരു തിരിച്ചറിവാണ് ഇന്ന് ആവശ്യം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ, പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ കഴിയും. അതെന്താണ്? ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേ. റോമാലേഖനം 10-ാം അധ്യായത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 6, 7, 8 അധ്യായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തനിക്കുണ്ടായ ഉത്തമ ബോധ്യം, ദൈവം ഒരു പാപി എങ്ങനെ നീതീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, തേജസ്കരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ വന്നപ്പോഴത്തേക്കിന് എന്റെ തേജസ്കരണം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ആത്മാവിൽ ദൈവം മുൻനിയമിച്ചു, വിളിച്ചു, അപ്പോൾ തന്നെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചു ഇരിക്കും. കർത്താവിന്റെ ഭാഗത്തു നിന്ന് കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിപ്പോൾ സമൂഹപരമായി, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന്, ലോകത്തിന് ഇന്നത് പ്രത്യക്ഷമായിട്ടില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ ലേഖനം 3:1-2 വാക്യങ്ങൾ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പക്ഷെ ലോകം അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ലോകം അത് അറിയും. ഇന്ന് നിങ്ങളിലുള്ള പുത്രത്വത്തിന്റെ സ്വീകാര്യതയെക്കുറിച്ചോ, പുത്രത്വത്തിന്റെ സ്ഥാനീയതയെക്കുറിച്ചോ, നിങ്ങളിലുള്ള തേജസ്സിനെ കുറിച്ചോ ഒന്നും ലോകത്തിന് വേണ്ട രീതിയിൽ അറിവില്ല. പക്ഷെ അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ, അന്ന് അവനെ പോലെ നാം ആകൊണ്ട്, നാം അവനോട് സദൃശന്മാരായി തീരുന്നത് കൊണ്ട്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത് കൊണ്ട്, നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുന്നത് കൊണ്ട് ഒരു ദിവസം അപ്രകാരം സംഭവിക്കും. എന്നെയും ക്രിസ്തുവിനെ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളെയും ക്രിസ്തുവിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. നിങ്ങൾ പ്രതിമ കണ്ടിട്ടുണ്ടല്ലോ. ഓരോ പട്ടണത്തിൽ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവർ, ചരിത്രത്തിൽ വലിയ സംഭാവനകൾ ചെയ്തവർ, അല്ലെങ്കിൽ നാടുവാഴികൾ, ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതൃത്വങ്ങളിലൊക്കെ പ്രവർത്തിച്ചവരുടെ വലിയ പൂർണ്ണ പ്രതിമകൾ ഓരോ ടൗൺഷിപ്പുകൾ, മുഖ്യസ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം, ഇന്നലകളിൽ അവർ ജീവിച്ച് പ്രവർത്തിച്ചവർ. അവരുടെ ആ ഒരു ഛായാചിത്രം, ആ ഒരു പ്രതിമ, രൂപം, ഒരു ശില്പി ആ ശില്പത്തെ രൂപകൽപ്പന ചെയ്ത് അന്ന് ജീവിച്ച ആ വലിയ വ്യക്തിത്വത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ, അതേ ഛായ, അതേ രൂപം, അതേ ഭംഗി, ആ ഒരു ഭാവനയെ വെളിപ്പെടുത്തുന്ന പോലെ നിശ്ചയമായും അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും. അതിനെയാണ് നാം കാത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ സ്റ്റഡി ക്ലാസ് നിശ്ചയമായും കർത്താവ് ചെയ്ത നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളിലുള്ള നീതിബോധത്തെ വളർത്തും. കുറ്റബോധത്തെ അല്ല, നീതിബോധം വളരും. എന്റെ വിശുദ്ധി ക്രിസ്തുവാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തിൽ തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവദിക്കുമ്പോൾ ക്രിസ്തു തുല്യമായ ജീവിതത്തിന് നിങ്ങൾ ഉടമകളായിട്ട്, അവിടെ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുവാൻ, നിങ്ങൾക്കെതിരെ അപവാദം പറയുവാൻ, അല്ലെങ്കിൽ ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയത്തില്ല. ദൈവം നിങ്ങളെ നീതീകരിച്ചിരിക്കും. കർത്താവ് തന്നെയാണ് നിങ്ങളുടെ വിശുദ്ധി. ഈ ഉറപ്പ് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.